താങ്ക് യു ബ്രദർ. കേട്ട വചനം അനുഗ്രഹമായ കരങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നമ്മൾ കേട്ടത്. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ മാറ്റി വെക്കേണ്ടത് മാറ്റി വെച്ചിട്ട് അകത്തോട്ട് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമല്ലോ സ്തോത്രം, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിനെ അഭിഷേകം ചെയ്യുന്നതിന് മുമ്പായിട്ട് ശമൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ശൗലെ, നിന്നോട് കൂടെ വരുന്ന ഈ ബാല്യക്കാരനെ മുന്നോട്ട് പോകാൻ പറയുക, എനിക്ക് നിന്നോട് യഹോവയുടെ അരുളപ്പാട് അറിയിക്കുവാനുണ്ട്. അവൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ അരുളപ്പാട് അറിയിക്കാൻ പറ്റത്തില്ല. അവൻ കൂടെ നിന്നാൽ നിന്നെ അഭിഷേകം ചെയ്യാൻ പറ്റത്തില്ല. നീ മാറ്റേണ്ടത് മാറ്റിയേ പറ്റത്തുള്ളൂ. ശൗലേ, നീ മാറ്റേണ്ടത് മാറ്റിയാൽ ഞാൻ നിനക്ക് യഹോവയുടെ അരുളപ്പാട് നിന്നെ അറിയിക്കും. നിന്റെ ഭാവിയെക്കുറിച്ച് അറിയിക്കും. വരാനുള്ള കാര്യങ്ങൾ അറിയിക്കും. നിന്റെ തലമുറയുടെ ഭാവിയെക്കുറിച്ച് ദൈവം അറിയിക്കും. ശൗലേ, നീ മാറ്റേണ്ടത് പറഞ്ഞു വിടേണ്ടത് പറഞ്ഞു വിടടാ. അതാ കേട്ടത്. ആരാധനയ്ക്ക് പോയപ്പോൾ സ്തോത്രം, അബ്രഹാം ഒരു കാര്യം ചെയ്തു. കൂടെ പലരും ഉണ്ടായിരുന്നു കേട്ടോ. അവരെയും ഹല്ലേലൂയ മാറ്റി നിർത്തി, കഴുതയും മാറ്റി നിർത്തി. ഇതിനൊന്നും കൊണ്ടുപോയിട്ടൊരു ഉപയോഗമില്ല ആരാധനയ്ക്ക്. കഴുതയാ. എന്നാൽ കഴുതയിൽ കൂടി ദൈവം സംസാരിക്കും കേട്ടോ. കഴുത സമർപ്പിച്ചാൽ, കഴുതപ്പുറത്ത് ദൈവം ഇല്ലെങ്കിൽ ആരും മാനിക്കത്തില്ല. നമ്മളെയൊക്കെ ഒരു കഴുതയായിട്ടങ്ങ് സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴുതയെയും ചിലവരെ മാറ്റി നിർത്തിയിട്ടാണ് അബ്രഹാം പിതാവ് പോയത്. അപ്പോൾ ആലയത്തിലുള്ള നീ കടന്ന് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ കഴുതയും അതിൻ്റെ കൂടെ ഉള്ള സ്വഭാവത്തിലുള്ള സകലത്തെയും, നിന്റെ ഹൃദയത്തിലുള്ള സകല വിഷയവും, ദൈവത്തിന് ഹിതമില്ലാത്ത സകലതും മാറ്റി വെച്ചിട്ട് നീ ആരാധിക്കാൻ വരുമ്പോൾ ദൈവം പറയും, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നതിന് കൂടി. അതാണ് വാഗ്ദത്തം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കഴുതയും കുതിരയൊക്കെ മാറ്റി അങ്ങ് വെക്കണം. കുതിരപ്പുറത്ത് നിന്ന് ദൈവം കയറത്തില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെ, താഴ്മയുള്ള ഹൃദയത്തോടുകൂടി കയറി വരണം. അഴിച്ചു മാറ്റിയിട്ട് ഇങ്ങോട്ട് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി ആലോചന കർത്താവ് ശക്തമായി ദേവദാസിനെ ഉപയോഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി സ്തോത്രം വരാൻ പോകുന്നത്, ഇനി ഒരാളും കൂടി ഒരു 5 മിനിറ്റ് ഒരു ടെസ്റ്റ് മോണിയും 2 വാക്ക് വയലത്തിൽ സംസാരിക്കുവാൻ സ്തോത്രം ജൂനിയർ പ്രവീണിനെ ഞാൻ ഇങ്ങോട്ട് ജെഫ് പ്രവീണിനെ വേദിയിൽ ക്ഷണിക്കുക. First, I would like to thank all our pastors and everyone here for their prayer and this opportunity to preach God's word. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സിനോടുകൂടി ഇവിടെ ഇരിക്കുന്ന സകലവരോട് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട്. ഞാൻ ചില പ്രയാസത്തിലായിരുന്നു, ചില രോഗം കൊണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ അത് മാറി. ഞാൻ പാസ്റ്ററോടും നിങ്ങളെല്ലാവരോടും നന്ദിയുണ്ട്. Okay, so Acts chapter 8 verse 36 to 37 says, അപ്പോസ്തല പ്രവൃത്തി 8:8, right? Chapter 8 verse 36-37. അപ്പോസ്തല 8:36-37. In this passage of scripture, Philip is preaching to an Ethiopian eunuch about Jesus. Amen. ഫിലിപ്പോസ് എത്യോപ്യയിലെ ധനകാര്യ മന്ത്രിയോട് സംസാരിക്കുക. He explains the book of Isaiah to him and tells him the good news about Jesus. യശാപ്രവാചകങ്ങളിൽ അതിൽ നിന്നുള്ള കാര്യം സ്തോത്രം വളരെ വിശദമായിട്ട് ഫിലിപ്പോസ് ഈ ഷണ്ടനോട് ഉപദേശിക്കുകയാണ്. The eunuch accepts the message and his faith is so strong that he immediately wants to be baptized. എന്നാൽ ഫിലിപ്പോസ് പറഞ്ഞത് വളരെ ശക്തമായ രീതിയിൽ അതിൽ നിന്ന് റിവീൽ ചെയ്ത് വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന് മനസ്സിലാകാത്ത വചനത്തെ ഫിലിപ്പോസ് ആത്മാവിനാൽ ശക്തമായി വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അത് ഏറ്റെടുത്തു. അദ്ദേഹം ആ സമയത്ത് തന്നെ സ്നാനപ്പെടുവാൻ ഇടയായി. The Bible tells us that the eunuch is overjoyed as he goes home. ബൈബിൾ പറയുന്നു ആ ഷണ്ടൻ വളരെ സന്തോഷം നിറഞ്ഞവനായിട്ട് ദൈവത്തെ വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയതായിട്ട് പറയുന്നു.
We also need to be this enthusiastic and happy about God. നമ്മളെപ്പോഴും കർത്താവിൽ സന്തോഷമുള്ളവരും സ്തോത്രം ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നവരുമായിരിക്കണം നമ്മൾ. It was like this for Paul. അതുപോലെ തന്നെ പൗലോസ് While he was leading a group of Christians to jail, he's blinded by God. പൗലോസ് ഒരിക്കൽ ആത്മീയമായി അവൻ അന്ധനായിരുന്നു. അതുകൊണ്ട് അനേകം പേരെ ജയിലിൽ പിടിച്ചിടുവാനിടയായി. He is blinded by God on the way to the jail. എന്നാൽ praise the Lord, he blinded God. Yeah, he is blinded by God. അവൻ ദൈവത്താൽ എന്ത് പറ്റു, അവൻ അന്ധനായി തീർന്നു. കാര്യം ദൈവജനത്തെ അവൻ പീഡിപ്പിച്ചതുകൊണ്ട്. അപ്പൊ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും, അന്ധരാക്കി കളയും. അതിന് ചില പർപ്പസ് ഉണ്ട്. He is healed by Ananias, and he is so happy that he immediately starts preaching and planting seeds in people's hearts. അനനിയാസ് പ്രാർത്ഥിച്ചപ്പോൾ ശൗലിന് സൗഖ്യമുണ്ടായി. അവൻ സ്തോത്രം ദൈവവചനം സംസാരിക്കുവാൻ തുടങ്ങി. We need to be like this. God wants us to preach his word, but we need to be happy while doing it. We can't just preach because it is a chore. We need to be enthusiastic about God's news. ദൈവം അത് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ദൈവവചനം പ്രസംഗിക്കണമെന്ന്, ദൈവവചനം സംസാരിക്കണമെന്നാണ് ദൈവം നമ്മൾ ഓരോരുത്തരിലും ആഗ്രഹിക്കുന്നത്. അത് സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് നമ്മൾ പ്രസ്താവിക്കുകയും അവരെ സന്തോഷമുള്ളവരാക്കി തീർക്കുകയും നമ്മൾ ചെയ്യണം. We all know the story of Stephen. Stephen was stoned to death by religious lawmakers under Paul's authority. നിങ്ങൾക്കറിയാം, ന്യായാധിപന്മാരും സകല പേരും കൂടി ചേർന്ന് ഈ പൗലോസിന്റെ ശൗലിന്റെ അധികാരത്തോടു കൂടി സ്തോത്രം നമ്മളാരെ സ്തോത്രം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാര്യം നിങ്ങൾക്കറിയാം. During this time, all the disciples were scared and hiding. ആ സമയത്ത് സ്തോത്രം മൂപ്പന്മാരെല്ലാവരും ചെതറിപ്പോയി. ദൈവമക്കൾ സകലവരും ആ ഒരു സംഭവത്തോടു കൂടി ചെതറിപ്പോയി. But one of them, Philip, went to Samaria to preach the gospel. ഫിലിപ്പ് എന്ത് ചെയ്തു, നേരെ ശമരിയിൽ പോയിട്ട് ശക്തമായിട്ട് ദൈവവചനം സംസാരിച്ചു തുടങ്ങി. He was not afraid of the enemy. He stood for God. ഒരിക്കലും അവൻ ശത്രുവിനെ ഭയപ്പെട്ടില്ല. അവൻ ദൈവവചനം അധികാരത്തോടുകൂടി പ്രസ്താവിച്ചു തുടങ്ങി. So while all the other disciples were hiding, Philip was in Samaria performing miracles in God's name and converting many Gentiles for God. എല്ലാവരും മൂപ്പന്മാര് പത്രോസ് ഉൾപ്പെടെയുള്ള മൂപ്പന്മാർ ഒളിച്ചിരിക്കുമ്പോൾ ഫിലിപ്പോസ് ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുകയും ദൈവം ഫിലിപ്പോസിൽ കൂടി അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്ത് പല മന്ത്രവാദികൾ പോലും വന്ന് കീഴടങ്ങുവാൻ ഇടയായി. Even magicians and sorcerers surrendered before God. അതെ, മന്ത്രവാദികളും ശുദ്രക്കാരും ഒക്കെ ദൈവത്തിന്റെ മുന്നിൽ കീഴടങ്ങി. This is where the apostles' ministry started. Philip has an amazing testimony that we need to want in our lives. ഫിലിപ്പോസിന് അനുഗ്രഹമായ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. Because of success in Samaria, God used him more. He sent him to the desert. ആമേൻ, സ്തോത്രം. ആ ശമരിയിലായിരുന്നപ്പോൾ അവൻ വിശ്വസ്തനായിരുന്നു. എല്ലാവരും ഒളിച്ചിരിക്കുക, കൂടെ ഇരുന്ന് അപ്പം നിന്നവർ സകല പേരും ഒളിച്ചിരുന്നപ്പോൾ ഫിലിപ്പോസ് പോയി ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുകയും അനേകം മന്ത്രവാദികളും ക്ഷുദ്രക്കാരും കീഴടങ്ങുകയും അവൻ ദൈവത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ദൈവം രോഗികൾക്ക് വിടുതലും പ്രശ്നങ്ങളോട് പലവർക്കും അവിടെ വിടുതലും സൗഖ്യവും കൊടുത്തു. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് മാത്രമാണ് ദൈവം മറ്റൊരിടത്തോട്ട് അവൻ അയച്ചത്. As he was going, he met an Ethiopian man who was a high official in the kingdom. ആ പോകുന്ന വഴിക്കാണ് എത്യോപ്യയിലെ സ്തോത്രം ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ അല്ലെ ഫിനാൻഷ്യൽ മിനിസ്റ്ററായ പ്രേക്ഷകരോട് ഷണ്ടനെ കാണുന്നത്. When this Ethiopian went back to his country, he preached the good news to the people there, and he won an entire country for God. നിങ്ങൾക്കറിയാവോ, ഫിലിപ്പോസിനാൽ സ്തോത്രം സ്നാനപ്പെട്ട ഈ ഷണ്ടൻ കടന്നു പോയിട്ട് എത്യോപ്യയിൽ ഒരുത്തനാണ് ആദ്യം കടന്നു പോകുന്നത്, ബോൺ അഗൈൻ ക്രിസ്ത്യൻ. Because of this man's ministry, Ethiopia is the only Christian country in Africa. കേട്ടോ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വാക്യം. ഈ ഒരാള് സ്നാനപ്പെട്ട് സന്തോഷമായി എത്യോപ്യയിൽ ചെന്നതുകൊണ്ട് അവൻ ദൈവത്തിൽ അവൻ ശക്തമായി വചനം സംസാരിച്ചതുകൊണ്ട് ഇന്ന് ആഫ്രിക്കയിൽ 100% ക്രിസ്ത്യാനിറ്റിയുള്ള ഒരേ ഒരു രാജ്യമാണ് എത്യോപ്യ. This is Philip's amazing testimony. അതാണ് ഫിലിപ്പിന്റെ സ്തോത്രം അത്ഭുതമായ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. When Paul was made blind and healed by Ananias, he got light in his life. ആമേൻ, സ്തോത്രം. പൗലോസ് അല്ലെങ്കിൽ ശൗൽ ബ്ലൈൻഡ് ആയിരുന്ന അന്ധനായിരുന്നപ്പോഴത്തേക്ക് അനന്യാസിന്റെ പ്രാർത്ഥനയിൽ കൂടെയാണ് ആ പ്രകാശം ദൈവം പകർന്നത്. He took this light and he ran with it. ആമേൻ, സ്തോത്രം. He took his life.
he took this light and he ran with it. യെസ്, അവൻ വെളിച്ചമെടുത്ത സ്തോത്രം അവൻ പുറപ്പെടുവാനിടയായി. Preaching is not just for pastors, it's for anybody who wants God's light in their life. പാസ്റ്റർമാർ മാത്രമല്ല പ്രസംഗിക്കേണ്ടത്, സകലവരും ദൈവവചനം പ്രസംഗിക്കണമെന്ന കുഞ്ഞിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതേ തന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഉപദേശിച്ചത്. പ്രൈസ് ദി ലോർഡ്. Like Paul, we need to run with the light God gives us and preach enthusiastically and powerfully. അതുപോലെ പൗൾ ചെയ്ത പോലെ ദൈവം പകർക്കുന്ന ആ വെളിച്ചവുമായി നാം ഓടണം. ദൈവവചനമെന്ന വെളിച്ചവുമായി നാം ഓടണം. സന്തോഷത്തോട് ഓടി അനേകം പേർക്ക് സന്തോഷത്തെ പകരണം. No matter what our situation, no matter who's with us or against us, stand for God and he will use you mightily all around the world. നിന്റെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് പ്രതികൂല അവസ്ഥ ആയിക്കോട്ടെ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ആ പ്രതികൂലത്തെ അനുകൂലമാക്കുന്ന ദൈവം നിനക്കൊണ്ട്, ആ ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. We need some Philips and Pauls to rise up from our three churches. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ നിന്നും ചില ഫിലിപ്പുമാരെ എണീക്കണം, ചില പൗലോസുമാരെ എണീക്കണം. Thank you for translating, brother. Younger or older? Younger. Praise the Lord. Hallelujah. Thank you, brother. Thank you so much. May God bless you. ഞങ്ങൾ സ്തോത്രം എവിടെയെങ്കിലും പോയി ആൾക്കാർ ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ബ്രദറാണെന്ന് പറയും. അവനും പറയും എൻ്റെ ബ്രദറാണെന്നൊക്കെ. സംഗതി ശരിയാ. ഞാൻ ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മോൻ ഇരുന്ന ഒരു 35 വയസ്സ് ഒരു പയ്യൻ ഇരിക്കുന്ന അത്രയും മെച്ചോടെ ഞാൻ അത്രയും കംഫർട്ടാണ്. സ്തോത്രം. എൻ്റെ അമേരിക്കയിലെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെഫ് പ്രവീണ. ഈ വചനം സ്തോത്രം ഒരിക്കൽ സുരേന്ദ്രൻ പാഷ സംസാരിച്ചപ്പോഴത്തേക്കും മോൻ വചനം എന്നെ കേൾപ്പിക്കുകയായിരുന്നു. ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് സമയത്ത് സ്തോത്രം. ഇതായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തതല്ല. എല്ലാ ദിവസവും ഞാനത് പറയുവാനാണ് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് 5:50 ഞാൻ വിളിച്ചുണർത്തും. 6:30 മണിക്ക് കുളിച്ച് റെഡിയായി ജെഫ് വന്ന് അവിടെ ഇരുന്നിരിക്കും ബൈബിളുമായിട്ട്. 6:30 മണി മുതൽ 7:30 വരെ എൻ്റെ കുഞ്ഞ് ദൈവവചനം വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും മെസ്സേജ് എഴുതിയിടുകയും ചെയ്യും. ഈ സമയത്ത് അപ്പനായ ഞാൻ 2 മണി മുതൽ പ്രാർത്ഥന തുടങ്ങി. 6 മണി വരെ ഇവിടെ ഇരിക്കുക. ഇതാ അവൻ കാണുന്നത്. വരുമ്പം ദേവസ്ഥലിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെ അവൻ കാണുന്നത്. എൻ്റെ കുഞ്ഞ് 7:30 മണിയാകുമ്പോഴത്തേക്ക് ദൈവം അവന് കൊടുത്ത ആലോചന എന്നോട് സംസാരിക്കും. ആദ്യം ഞാൻ ദൈവവചനം റിസീവ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിൽ നിന്നാണ്. അമേരിക്കയിൽ പല സ്തോത്രം മാർത്തോമ ചർച്ച അവരൊക്കെ പ്രാർത്ഥന സഭയിൽ ആൾക്കാർ വിളിക്കുമ്പോഴത്തേക്കെല്ലാം ചിലപ്പോൾ ഇതുപോലെ 5-10 മിനിറ്റ് ജെഫ് സംസാരിക്കണം. ആൾക്കാർ ചോദിക്കും പാഷ് പറഞ്ഞു കൊടുത്തിട്ടാണോ ഇത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്താ മെസ്സേജ് അതാണ്. സ്തോത്രം. ഞാൻ സ്തോത്രം ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. നമ്മളെ കുഞ്ഞുങ്ങളെല്ലാവരും ജെഫിനെ പോലെ ജെഫിനെക്കാളും ഉപരി നിങ്ങളെ കുഞ്ഞുങ്ങളാകട്ടെ. ഹല്ലേലൂയ. എത്ര സാഹചര്യങ്ങൾ മോശമാണെങ്കിലും നാം കുഞ്ഞുങ്ങളെ രാവിലെ പ്രാർത്ഥിപ്പിച്ച് തിരുവചനം വായിപ്പിച്ച് ധ്യാനിപ്പിച്ചിട്ട് വേണം അവരെ സ്കൂളുകളിൽ നിങ്ങൾ വിടുവാൻ. തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തലമുറ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സുവിശേഷം പഠനമെങ്കിൽ ഈ പ്രായത്തിലെ നമ്മൾ അവരിലോട്ട് ആ വെളിച്ചത്തെ പകരണം. അവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. ദൈവം അവരെ കരുതിക്കൊള്ളും. കർത്താവ് കരുതിക്കൊള്ളും. അതുകൊണ്ട് എൻ്റെ ദൈവൻ്റെ ബെഡ്റൂമിൽ കടന്നു വന്ന് പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ 1000 തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. ഞാൻ ഒന്നിനെക്കുറിച്ചും പറയുകയല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുടുംബം കംപ്ലീറ്റ് ക്രിസ്തുവിന് വേണ്ടി, ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ ഇത്രത്തോളം ഉയർത്തി എൻ്റെ ദൈവത്തിന് വേണ്ടി. ഹല്ലേലൂയ. നമ്മൾ പാടുമ്പോലെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഒരു നാളെ സ്തോത്രം നമ്മൾ കത്തി മെഴുകുതിരിയായി ആ തിരുമാറിവിൽ നമ്മൾ അണയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് സ്തോത്രം അല്പസമയം കൂടി ദൈവജനത്തിൽ നിന്നും ചിന്തിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോട് കാത്തിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ദ സ്തോത്രം. ഹല്ലേലൂയ. ആദ്യമായിട്ട് സ്തോത്രം. നിങ്ങളുടെ ജഡ്ജസിലെ ന്യായാധിപന്മാരിലെ സ്തോത്രം ഒരു പദ്ധതിക്ക് വേണ്ടി സ്വന്തം ഗദിയോനെ വിളിച്ചപ്പോഴത്തേക്ക് ഗദിയോൻ ഒത്തിരി കാര്യങ്ങളും അടയാളങ്ങളോ ദൈവത്തോട് ചോദിച്ചത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. ദൈവം ചില പദ്ധതിക്ക് വേണ്ടി വിളിക്കുമ്പോൾ സ്തോത്രം ആ ദൈവദാസൻ അത് പറയട്ടെ, അല്ലെങ്കിൽ പ്രവാചകൻ കൂടി അത് കേൾക്കട്ടെ, ഇത് കേൾക്കട്ടെ. നമ്മൾ പല അടയാളങ്ങളൊക്കെ നോക്കിയിരിക്കാറുണ്ട്. ഇവിടെയും ചിലവരുണ്ട് അങ്ങനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഗദിയോൻ ചോദിച്ച് പറഞ്ഞതാണ് സ്തോത്രം, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തോല് മാത്രം ഉണങ്ങിയും നിലം മുഴുവനും നനഞ്ഞുമിരിക്കുകയാണെങ്കിൽ നീ ഇസ്രായേലിനെ എൻ്റെ കയ്യിൽ കൂടി രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഈ സ്തോത്രം ആ അടയാളം കിട്ടിയാൽ മാത്രമേ നീ പോകത്തുള്ളൂ. അതേ എങ്കിലേ പോകത്തുള്ളൂ. കൺഫേം വേണം.
പ്രേക്ഷകളോട് വചനം പറയുന്നു, സ്വതന്ത്രം ഗിദിയോൻ തറയിലിട്ട ആ ഉണങ്ങിയ തോല് മാത്രം അത് ഉണങ്ങിയിരുന്നു, നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആയിരുന്ന ഇടത്ത് ഇതുവരെ ശുശ്രൂഷയിലായിക്കോട്ടെ, നിന്റെ തൊഴിലായിക്കോട്ടെ, ഏത് പക്ഷത്തെ നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത് ഇതുവരെ വരണ്ട അവസ്ഥയാണ് നീ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ നീ ആയിരിക്കുന്ന നിലം മഞ്ഞും മഴയും കൊണ്ട് അവൻ നനയ്ക്കുവാൻ പോകുകയാണ്. നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ തലമുറയില്, നിന്റെ വിദ്യാഭ്യാസത്തില്, നിന്റെ തൊഴിലില്, നിന്റെ ശുശ്രൂഷയില് മഞ്ഞും മഴയും എന്റെ യേശു അയക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവമകൾ മാത്രം കരത്തെ അടിച്ച് ഉറക്കെന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Praise the Lord. Hallelujah. Praise the Lord. സ്തോത്രം. Praise the Lord. ഞങ്ങൾക്കറിയാലോ, സ്തോത്രം. Hallelujah. ഒരു വചനം ഒരു ഭാഗം മാത്രം ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു മാത്രം 12 നിർത്തിയിട്ട് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. പല കാര്യങ്ങളുണ്ട്. സ്തോത്രം. നാളെ ഞാനും പ്രിയ സഹോദരനും കൂടി രാജസ്ഥാനിലോട്ട് രാവിലത്തെ ഫ്ലൈറ്റിൽ തിരിച്ച് പോവുകയാണ്. രാജസ്ഥാനിലും പാലക്കാടും മിനിസ്ട്രി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ശനിയാഴ്ച ഞങ്ങൾ മടങ്ങി വരത്തുള്ളൂ. പ്രേക്ഷകളോട് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു വാക്ക് പറഞ്ഞ് സ്തോത്രം ഞാൻ മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്നൊരു വാക്ക്. ജോഷുവ 5:7 അല്പസമയം മാത്രം അത് നിങ്ങളുടെ മിസ്രൈമിലെ നിങ്ങളിൽ നിന്നും ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന് പറയുന്നു. ഈ സബ്ജക്റ്റ് 2-3 ദിവസവും ഞാൻ ശുശ്രൂഷിക്കുന്ന സബ്ജക്റ്റാ. ഇന്ന് സ്തോത്രം ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് 12 നിർത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം ഈ സബ്ജക്റ്റ് പിന്നെയും വരുമ്പോൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ചിരിക്കുക, ചിരിച്ച സന്തോഷം. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. കണ്ണടയ്ക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമായി ദാസനതാ കർത്താവേ അടിയനാ തൃപാദത്തിൽ വീഴുന്നു. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനത്തിൽ കൂടി അങ്ങ് സംസാരിക്കണമേ. ഇതിൽ കൂടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വിടുതൽ തരണമേ, സൗഖ്യം തരണമേ. കപ്പാ ഹല്ലേലൂയ. നിന്റെ പദ്ധതി നിറവേറണമേ. ഹല്ലേലൂയ. അടിയൻ വാതുറക്കുമ്പോൾ യേശുവേ അങ്ങ് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി അതിശക്തമായി ഇവിടെ ചലിച്ചു കൊണ്ടിരിക്കാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, അവിടെ പ്രാർത്ഥന കേട്ടോ മനസ്സറിഞ്ഞിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ ഭാഗം ഇതാണ്. സ്തോത്രം. മിസ്രൈമിൽ നിന്നും ഇറങ്ങി വന്ന യോദ്ധാക്കൾ സകലതും മരുഭൂമിയിൽ പട്ടുപോയി. ബിക്കോസ് ഓഫ് ദെയർ വിക്കഡ്നെസ്. അകൃത്യം കൊണ്ട്, അകൃത്യത്താൽ സ്തോത്രം ഇറങ്ങി തിരിച്ചവരെല്ലാം മരുഭൂമിയിൽ യോദ്ധാക്കളെല്ലാം പട്ടുപോയി. എന്നാൽ മരുഭൂമിയിൽ ജനിച്ച ഒരു കൂട്ടം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരുടെ പരിച്ഛേദന ചെയ്യുകയാണ്. വാഗ്ദത്ത നാട്ടിൽ കടക്കുന്നതിന് മുമ്പായിട്ട് യഹോവ പറഞ്ഞു, ഓ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ പ്രകാരം അവിടെ ഇറങ്ങി തിരിച്ചവന്മാരെ എല്ലാവരും മരിച്ചോടാ. അനുസരണ ഇല്ലാത്തവന്മാരായിപ്പോയി, നന്ദി കെട്ടവന്മാരായിപ്പോയി. നിലവിളി കേട്ടിട്ടാ, കരച്ചിൽ കേട്ടിട്ടാ ഞാൻ വിളിച്ചു വേർതിരിച്ച് സകലത് ഞാൻ ഹല്ലേലൂയ എൻ്റെ അത്ഭുതങ്ങൾ കണ്ട് അതിശയങ്ങൾ കണ്ട് ഞാൻ മരുഭൂമിയിൽ സകലതും വേണ്ടത് ഒരുക്കി കൊടുത്തിട്ടും മരുഭൂമിയുടെ അവസ്ഥയായിരുന്നിട്ടും ഞാൻ സകലതും അവർക്ക് വേണ്ടത് കൊടുത്തു. എന്നിട്ട് നന്ദി കേട് കാണിച്ച് അവർ എന്നോട് മത്സരിച്ചു. അതുകൊണ്ട് അവർ പട്ടു. അതുകൊണ്ട് യോശുവേ, അവർക്ക് ജനിച്ച ബാലന്മാരുണ്ടല്ലോ, അവരെ പരിച്ഛേദന ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് നീ അവരെ പരിച്ഛേദന ചെയ്യണം. എന്നാൽ സ്തോത്രം, ഓ ജോഷുവ അവരെ പരിച്ഛേദന കൊണ്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നിന്നപ്പോൾ ദൈവം പറയാണ്, ഇന്ന് ഞാൻ മിസ്രൈമിന്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളയാണ്. ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, വർഷങ്ങളായി ശത്രു നിന്റെ കുടുംബ ജീവിതത്തിൽ കയറ്റി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് തടസ്സമായിട്ട് വെച്ചിരിക്കുന്ന
വെച്ചിരിക്കുന്ന ചില കല്ലുകള്, നിന്റെ ശുശ്രൂഷക്കെതിരായിട്ട് വെച്ചിരിക്കുന്ന ചില കല്ലുകള്, നിന്റെ രോഗത്തിന്റെ സൗഖ്യത്തിനെതിരായിട്ട് കയറ്റിവെച്ച ചില കല്ലുകള്, നിന്റെ വിടുതലിന് എതിരായിട്ട് കയറ്റിവെച്ച ചില കല്ലുകള് ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഉരുണ്ടു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില നിന്നയുടെ കല്ലുകൾ നിന്റെ കുടുംബക്ഷേമത്തിൽ നിന്നും, നിന്റെ രോഗത്തിൽ നിന്നും, നിന്റെ സാമ്പത്തികമായ പരാജയത്തിൽ നിന്നും ചില കല്ലുകൾ ഉരുണ്ടു മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. Receive power in the name of Jesus. Receive power in the blood of Jesus. But there is power in the name of Jesus. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. In the blood of Jesus. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നിങ്ങൾ ഈ പകൽക്കാലം എത്ര പേര് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹൃദയത്തിന്റെ പരിശുദ്ധതയോടുകൂടി, ഹൃദയത്തിന്റെ പരിശുദ്ധിയോടുകൂടി പ്രൈസ് ദി ലോർഡ് ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിൽ പറയും പോലെ നിന്റെ ഹൃദയത്തിന്റെ തിരുവഴുത്തിൽ പറയുന്ന പോലെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ജീവന്റെ നദി ഒഴുകുവാൻ പോകുകയാണ്. ഇന്ന് ഹൃദയത്തിന്റെ പരിച്ഛേദനമായി കടന്നു വന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവജല നദി, ആത്മാവാൻ നദി ഒഴുകിയ യേശുവിന്റെ നാമത്തിൽ അത് വിലാപത്തെ നൃത്തം ചെയ്യിക്കുന്നതത്രേ. വിലാപത്തെ നൃത്തം ചെയ്യിക്കുന്നതത്രേ ദൈവത്തിന്റെ ജീവജല നദി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ 5 ഇങ്ങനെ പറയുന്നു, ഫിലിസ്ത്യര് എന്ന് ദൈവത്തിന്റെ പെട്ടകം പിടിച്ചിട്ട് ദാഗോന്റെ അമ്പലത്തിൽ ദാഗോന്റെ അടുത്ത് കൊണ്ടുവച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ വെച്ചു, പിറ്റേന്ന് നോക്കുമ്പോൾ സ്വത്രം ദാഗോൻ തലകുത്തി കിടക്കുക. ഹല്ലേലൂയ. രണ്ടാമത്തെ ദിവസവും പ്രൈസ് ദി ലോർഡ്. നമ്മൾ അല്പം മുമ്പോട്ടും പിമ്പോട്ടും പോകുക വചനത്തില്. പക്ഷെ രണ്ടാമത്തെ ദിവസം പോയി നോക്കിയപ്പോഴത്തേക്ക് ദൈവത്തിന്റെ അടുത്ത് ദാഗോനെ കണ്ടില്ല. ദാഗോന്റെ തലയും ഉടലുള്ള ചതറിക്കിടക്കുക. പെട്ടകത്തിന്റെ മുന്നിൽ ഒരു ശക്തിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാവോ പ്രൈസ് ദി ലോർഡ്, ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നെ സ്വന്തം ഇവിടെ ആയിരിക്കുന്ന രണ്ടാം വർഷ ബൈബിൾ കോളേജ് വിദ്യാർത്ഥി കർദാസ് എവിടെ ഇരിക്കുക, എൻ്റെ സഹോദരി സ്വത്രം വന്ന സഹോദരി സ്വത്രം മസ്കറ്റിലായിരിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് ഞാൻ 21 ദിവസം ഉപവാസത്തിൽ ഇവിടെ ഇരിക്കുക. സ്വന്തം ഒരു സുപ്രഭാതത്തിൽ ഒരു 6-7 ദിവസമായപ്പോഴത്തേക്കാണ് ആ പേറ്റും പിറകിലിരിക്കുന്ന എൻ്റെ നീസ് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ മോള് സ്വത്രം അന്ന് കൊച്ചു കുഞ്ഞാ അവൾ ഓടി വന്നിട്ട് പറഞ്ഞു, സ്തോത്രം ആൻറ്റി ഇന്നലെ വിളിച്ചിരുന്നു മസ്കറ്റിൽ നിന്ന്. ആൻറ്റി വിളിച്ചു പറഞ്ഞു, ഇവിടെ മുകളിലിരിക്കുന്ന ദൈവങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു, സ്തോത്രം ഞങ്ങൾ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല എന്ന് സ്വപ്നം ചെയ്യണം. അതുകൊണ്ട് മോളുടെ കാര്യം അതെല്ലായിടത്തും മാറ്റിവേ. അത് പറയാനാണ് കുഞ്ഞ് വന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കാര്യം എന്താണെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പെട്ടകമുള്ള ഇടത്ത് ദാഗോന് ഇരിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി സ്തോത്രം, ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് പിന്നെ സിംഗപ്പൂരിലോട്ടാ. സിംഗപ്പൂരിൽ പോകുമ്പോഴത്തേക്ക് സ്തോത്രം ഞാൻ എമിറേറ്റ്സിൽ സ്തോത്രം ദുബൈയുടെ ഫ്ലൈറ്റിൽ ഞാൻ കയറുമ്പോൾ സ്തോത്രം ഞാൻ സ്തോത്രം വിൻഡോ സൈഡിലാണ് എനിക്കിരിക്കേണ്ടതാ. എന്നാൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന 2 പെൺകുട്ടികളാണ്. ഒന്ന് ദുബൈയിലുള്ള പെൺകുട്ടി, അവൾ പഠിക്കാൻ വന്നതാ. മറ്റേ അങ്ങ് അറ്റത്തിരിക്കുന്ന പെൺകുട്ടി അവൾ സ്തോത്രം തുർക്കിയിലുള്ളവളാ. തുർക്കിക്കാരി ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്. കാര്യം അവൾ എണീറ്റുന്നാലേ എനിക്ക് കടന്ന് വിൻഡോ സൈഡിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവൾ നിൽക്കുക. ഞാൻ ദൂരെ നിന്ന് കടന്ന് വന്നപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതൊരു ബന്ധനമാണ് നിൽക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ഉപവാസത്താലെ സ്തോത്രം ആത്മാവിൽ നിറഞ്ഞവനായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞാനിത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവളെ പ്രൈസ് ആ പെൺകുട്ടിയുടെ ഏകദേശം ഇത്ര അടുത്തെത്തിയതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൾ അവിടെ നിന്ന് പെൺകുട്ടി ഇങ്ങനെ പിടിച്ചോടുന്ന ആ പെൺകുട്ടി സീറ്റിൽ അവൾ പിറകിലോട്ട് ഓടുവാൻ തുടങ്ങി. പിറകിലോട്ട് ഓടിയ സ്തോത്രം ശരിക്കും ബാത്റൂമിൽ അവിടെ പോയി അവൾ കവന്ന് വീണു. അവൾ ഓടും തുറഞ്ഞ് അവളെ മുന്നോട്ട് ചെന്നു. അവൾ വീണ്ടും സ്തോത്രം ഹല്ലേലൂയ അവൾ 2 കൈയും പൊക്കി അവൾ നിസ്സഹായായി എന്നെ നോക്കിയ, നാക്കൾ കുഴഞ്ഞ് അവൾ കണ്ണിലടയ്ക്കുക. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ശാസിച്ചു. എയർ ഹോസ്റ്റസ് ഓടി വന്നു, എന്താ സംഭവിച്ചെന്ന് അറിയുവാണ്. എന്നാൽ സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ചു, ശാസിച്ചു. അവിടെ നിന്ന് മാറിപ്പോയി. ഞാൻ അവളെ കൈ കൊടുത്ത് എണീപ്പിച്ചു.
അവൾ ബാധ ഒഴിഞ്ഞവളായി വന്നിരുന്നു. കാര്യം എന്നാൽ സ്തോത്രഹാലേ, നീ ഒരു പട്ടണത്തിൽ, നീ ദൈവത്തിന്റെ ഒരു പൈതലാണോ, നീ ഒരു പട്ടണത്തിൽ കാല് വയ്ക്കുമ്പോൾ അവിടെ വിടുതലാണ്. നീ ഒരു ഭവനത്തിൽ കാല് വയ്ക്കുമ്പോൾ അവിടെ വിടുതലാണ്. ഒരു പഞ്ചായത്തിൽ നീ കാല് വയ്ക്കുമ്പോൾ വിടുതലാണ്. യേശുവിന്റെ നാമത്തിൽ നീ അകത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു വന്നാൽ അനുഗ്രഹിക്കപ്പെടും. നീ ആയിരിക്കുന്നതും ഒരു അനുഗ്രഹമായിട്ട് കാര്യം. There is power in the name of Jesus. Praise the Lord. Hallelujah. ഈ പകൽക്കാലം എത്ര പേര് ആ പെട്ടകവുമായി ഇവിടെ വന്നിട്ടുണ്ട്? ആ ദൈവത്തിന്റെ പെട്ടകവുമായിട്ട് എത്ര പേര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനെ പോലെ എത്ര പേര് കടന്നു വന്നിട്ടുണ്ട്? ദാവീദിനെ പോലെ എത്ര പേര് നൃത്തം ചെയ്യും? നമ്മൾ നേരത്തെ വായിച്ചതുപോലെ, വാതിലുകളെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരപ്പേൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. Who is the King of the glory? മഹത്വത്തിന്റെ രാജാവ് ആർ? മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. ഈ പകൽക്കാലം ദൈവത്തിന്റെ അപ്പുറത്തെ വിളിച്ചു പറയുന്ന, ഓ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരപ്പേൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇനി പെട്ടകത്തെ കുറിച്ച് പറയുന്ന ആഗ്രഹമുണ്ട്, സമയമില്ല. പെട്ടകത്തിനകത്തുള്ള ശ്രോത്രം പൊൻകരസിലിട്ട് വെച്ചിരിക്കുന്ന ആ മഞ്ഞയെക്കുറിച്ച് പറയണമെന്നുണ്ട്. അഹരോന്റെ തടുത്ത വടിയെക്കുറിച്ച് പറയണമെന്നുണ്ട്. കൽപ്പന 10 കൽപ്പനയെക്കുറിച്ച് പറയണമെന്നുണ്ട്. അത് സമയങ്ങളെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നാമാണ് ആലയം, ദൈവത്തിന്റെ ആലയം. അല്ലെങ്കിൽ നാമാണ് ദൈവത്തിന്റെ ആലയം. ഈ ആലയത്തിനകത്ത് എന്തുണ്ടായിരിക്കണം? യേശു ഉണ്ടായിരിക്കണം. യേശു ഉണ്ടായിരുന്നാൽ നീ ആരാധിക്കുന്നവളായിരിക്കും. യേശു ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. യേശു ഉണ്ടെങ്കിൽ എപ്പോഴും ജോഷുവയെ പോലെ വചനത്തെ ധ്യാനിക്കുന്നവനായിരിക്കും നീ. ഞാൻ ചുരുക്കി പറഞ്ഞതാ കേട്ടോ, 3 ദിവസം പ്രസംഗിക്കേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടി പറയുന്നു, ഹല്ലേലൂയ. ദാവീദ് പാടിയത് പോലെ, നന്ദിയുള്ള ദാവീദ് പറയുന്നു, അയ്യോ കാട്ടിക്കിടന്ന എന്നെ നാട്ടിൽ രാജാവാക്കി. അപ്പനും അമ്മയും സഹോദരങ്ങളെല്ലാം കളഞ്ഞതാ. ഞാൻ കഴിവില്ല എന്ന് പറഞ്ഞ ഇളയവനെ 8ാമത്തവനാ കളഞ്ഞതാ. ഇത് ഞാനും 8ാമത്തവനാ കേട്ടോ. എന്നാലും കളഞ്ഞില്ല കേട്ടോ. ആയിടണോ കളഞ്ഞോ ഇല്ലയോ? ദാവീദ് പറഞ്ഞ കാര്യമുണ്ട്. അയ്യോ അപ്പം മറന്നുപോയെന്ന് എന്നെ, എൻ്റെ അമ്മയും മറന്നുപോയി, ഇശ്ശായി മറന്നുപോയി, എൻ്റെ ചേട്ടന്മാരെല്ലാം തടിയും പൊക്കോളം ശേഷിയുള്ളവരാ, വലിയ ഉദ്യോഗസ്ഥന്മാരാ. പക്ഷെ ഞാനോ ആട്ടിച്ചെറുക്കൻ, ആട്ടിനെ മേച്ചോണ്ട് നടക്കുക. ഹല്ലേലൂയ. ആർക്കും എന്നെ വേണ്ട. എന്നാൽ ശമ്മൂനൊരു കാര്യം പറഞ്ഞ്, ഇശ്ശായേ നിനക്ക് ഇനി വേറെ മക്കളില്ലേടാ. ഇശ്ശായി വിചാരിച്ചു MBBS ഒക്കെ പാസ്സായ മക്കളെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്ന. ഇശ്ശായി വിചാരിച്ചു സ്തോത്രഹാലേ, ശൗലിന്റെ മിലിറ്ററിയിൽ വലിയ സൈസും തടിയും മസിലൊക്കെ ഉള്ള ആൾക്കാരെ ഉപയോഗിക്കാൻ പോകണമെന്നാണ് ഇശ്ശായി വിചാരിച്ചത്. ഇശ്ശായിക്ക് തെറ്റുപറ്റി. ശമൂല് പറഞ്ഞ്, ഇനി നിനക്ക് മക്കളില്ലേ? ഇശ്ശായി വിഷമോദര പറഞ്ഞു, ഒരുത്തനുണ്ട്, പറഞ്ഞ ഗുഡ് ഫോർ നത്തിങ്, ഒരു ഉപയോഗമില്ല. അവൻ്റെ ആടുകളെ മേച്ച് കാടില്ല, അവൻ അതിനെ കൊണ്ട് പറ്റത്തുള്ളൂ. അവൻ്റെ ജാതകം എഴുതി തള്ളിയതാ. ശമൂലിലുണ്ടായിരുന്ന ദൈവം പറഞ്ഞു, നീ എഴുതി കളഞ്ഞ, നീ മറന്നുപോയ നിന്റെ മകൻ ഈ പന്തിയിലില്ലാതെ ഞാൻ ഇരിക്കത്തില്ലടാ. അതാണ് ദൈവമുള്ള നമ്മളും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. എത്ര സന്തോഷമുള്ള കൈയടിച്ച് തിരിച്ചാട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം പറയുന്നു, നിന്നെ ദൈവം മാനിച്ചില്ലെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കത്തില്ല. നീ ദൈവ പൈതലാണ്, നിന്നെ അവർ മാനിച്ചില്ലെങ്കിൽ ദൈവം അവരെ മാനിക്കത്തില്ല. ദൈവത്തിന് നിർബന്ധമുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത തന്റെ ജനത്തെ മറ്റുള്ളവർ മാനിക്കണമെന്ന്. യേശുവിന്റെ നാമത്തില് ഗ്ലോറി ടു ദി ലോർഡ്. സ്തോത്രം. ആ ദാവീദ് പറയേ, അയ്യോ ഞാൻ കാട്ടിക്കിടന്നതാ, എല്ലാരും മറന്നേ, ഇന്ന് ഞാൻ നാട്ടിലെ രാജാവാ. എന്നാൽ ദാവീദിന്റെ ഭാര്യക്ക് മനസ്സിലായില്ല. ആർക്ക്? മിഖായേലിനല്ലേ? ഇവിടെ ആയാലും മിഖായേൽമാരുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല.
കേരളത്തിലാണ് ഒത്തിരി മികൽമാരുള്ളത്. അവർക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ഡാൻസ് ചെയ്താൽ. രാത്രി 12-2 മണിക്കൊക്കെ നിന്ന് എൻ്റെ ലിവിംഗ് റൂമിൽ ഞാൻ പാടി ആരാധിച്ച് നൃത്തം ചെയ്യാറുണ്ട്, ദൈവം ചെയ്ത നന്മകൾ ഓർത്ത്. അഭിഷേകം വന്ന ഐ ബിക്കം ക്രൈസി. അഭിഷേകം വന്ന പിന്നെ എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞിൽ പറയണം, മിക്കവാറും മോളത്തെ നില പൊളിഞ്ഞ് താഴോട്ട് പോവും. എൻ്റെ മോളും മോനും കളിയാക്കാറുണ്ട്. അച്ഛാ ഒരു ദിവസം ഈ മോളത്തെ നില പൊളിഞ്ഞ് നേരെ താഴോട്ട് പോവും, അച്ഛ ചാടുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് ഒന്ന് ചാടണോ? എന്ന് എണീറ്റാട്ടെ. ഹല്ലേലൂയ. സമയമില്ല, പെട്ടെന്ന് ദൈവത്തിൻ്റെ പെട്ടകം കടന്നു വരികയാണ്. സഹോദരന്മാരെ, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമാണ് എനിക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്മാരായിരിക്കുന്നതല്ല, പ്രത്യേകിച്ച് ഈ സഹോദരനെ എന്നും ഓർക്കും. ഞാൻ പാസ്റ്റർ ചോദിക്കാറുണ്ട് ഈ സഹോദരനെ. പ്രൈസ് ദി ലോർഡ്. ദൈവം വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ഉപയോഗിക്കാൻ ശക്തമായിട്ട്. നിങ്ങൾ എല്ലാവരും അങ്ങനെയുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് വായിച്ചോട്ടെ, എന്തെങ്കിലും വായിച്ചോട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയ എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു അത്ഭുതം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ യേശു അത്ഭുതമാ. ഞാൻ ഇന്ന് പലരുടെയും കണ്ണിൽ അത്ഭുതമാ. കാര്യം എൻ്റെ ദൈവം അത്ഭുതമാ. നെഞ്ച് കൈവച്ചു പറ, എൻ്റെ ദൈവം അത്ഭുതമാ. എല്ലാവരും പറഞ്ഞാട്ടെ. അവ അതിശയം മാത്രമേ ചെയ്യത്തുള്ളൂ. നിന്റെ കുടുംബത്തിൽ പലവർക്കും ഇല്ലാത്ത ദൈവം നിനക്ക് തരും. നിന്റെ കുടുംബത്തിൽ പലവരും കാണാത്ത നന്മകൾ നിന്റെ കണ്ണുകൊണ്ട് കാണും. നീ അത് അനുഭവിക്കും. നിന്റെ തലമുറ ദൈവം അനുഗ്രഹിക്കും. നിന്റെ കുടുംബത്തിൽ പലരും തലമുറയെ ഓർത്ത് കരയുന്നു നോക്കിയാൽ നീ തലമുറയെ ഓർത്ത് നീ നൃത്തം ചെയ്യും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പെട്ടകം കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. വാതിലുകളെ, നിങ്ങളെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് അവൻ ബലവാനും വീരനുമായ യഹോവ തന്നെ. അവൻ യുദ്ധവീരനായ യഹോവ തന്നെ. യെസ്, who is the King of glory? He is strong and mighty. He is mighty in battle. Yes, 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 yes. ആരാധനയിൽ ആരാധന നടക്കട്ടെ. ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. In the name of Jesus, in the name of Jesus, we have the victory. Hallelujah. In the name of Jesus, in the name of Jesus, Satan will have to be. When we stand in the name of Jesus, tell me who can stand before. In the might, in the name of Jesus, Satan will have to flee. In the name of Jesus, in the name of Jesus, we have the victory. Hallelujah. In the name of Jesus, in the name of Jesus, demon will have to flee. Oh, when we stand In the name of Jesus, tell me who can stand before. In the precious name of Jesus, we have the victory. In the might, in the name of Jesus, we have the victory. power, Power, wonder, working power in the blood of the Lamb. There is power, power, wonder, working power in the precious blood of the Lamb. There is power, power, wonder, working power in the blood of the Lamb. There is power, wonder, working power in the precious blood of the Lamb. Celebrate, celebrate the victory of the Lord. Celebrate, celebrate the victory of the Lord. He has done mighty things yesterday. He has done mighty things yesterday. He has done mighty things yesterday. Celebrate the victory of the Lord. In the name of
Jesus. യേശുവിന്റെ നാമത്തിൽ ജനങ്ങൾ കരക്കനുസരിച്ചാട്ടെ. അന്യഭാഷ സംസാരിച്ച് അന്യഭാഷ ആരാധിച്ചാട്ടെ. നാമങ്ങൾ ധരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഇതുവരെ ആത്മാവിന്റെ ശക്തി അനുഭവിക്കാത്തവരുടെ ജീവിതത്തിൽ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. ജീവനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വന്നിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു. എന്നർത്താവേ മതിലുകൾ ഉയർന്നു നിന്നാലോ അതിൻപോലെ സാരമില്ല. മതിലുകൾ ഉയർന്നു നിന്നാലോ അതിൻപോലെ ഒന്നിച്ചു നാം ആർപ്പിട്ടാൽ വന്മതിൽ വീഴും കാൽച്ചുവട്. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നേ. നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കത്തൻ വരും. നാളുനാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കത്തൻ വരും. വിശ്വസിച്ചാലേ മഹത്വം നാം സതാന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും. വിശ്വസിച്ചാലേ മഹത്വം നാം സതാന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും. ആരാധിച്ചാട്ടെ ജനമാരെ, സന്തോഷമുള്ളവരെ ജനത്തെ ആരാധിച്ചാട്ടെ. സൗഖ്യം വേണ്ടവരെ, അഭിഷേകം വേണ്ടവരെ, വിടുതൽ വേണ്ടവർ ജനം ആരാധിച്ചാട്ടെ. ജീവൻ പങ്കുള്ള ജനങ്ങൾ ആരാധിക്കുന്നവരാ, ആരാധിക്കുന്നവരാ ജനം കരങ്ങളടിച്ച് ആരാധിച്ചാട്ടെ. അന്യഭാഷയിൽ യേശുനാമത്തിൽ ചില ബന്ധനങ്ങൾ അറിയുകയാണ്. ഈ ദേശത്തിന്റെ ദൈവത്തിന്റെ ശക്തി തകരുകയാണ്. ഈ ദേശത്തിന്റെ ദൈവത്തിന്റെ ശക്തി, ഈ ദേശത്തിലെ ദൈവത്തിന്റെ ശക്തി തകരുകയാണ്. ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഈ ദേശത്തിലെ ദൈവ ശക്തി മാറുകയാണ്. ദൈവത്തിന്റെ ശക്തി ഓടുകയാണ്. പെട്ടകത്തിന്റെ മുന്നിൽ നിന്നും ദൈവത്തിന്റെ ശക്തി തകരുകയാണ്. നിന്റെ ജീവിതത്തിന്റെ മുന്നിൽ ദൈവത്തിന്റെ ശക്തിയുണ്ടോ? ഇന്നത് തകരുകയാ. നിന്റെ ശുശ്രൂഷയുടെ മുന്നിൽ ദൈവത്തിന്റെ ശക്തിയുണ്ടോ? ഇന്ന് അത് തകരുകയാ. ഒരു വിടുതൽ, ഈ ദേശത്തിന് വിടുതൽ, ഈ പട്ടണത്തിന് വിടുതൽ, ദൈവത്തിന്റെ ശക്തി ഓടുകയാ. യേശുവിന്റെ നാമത്തിൽ പകിരത്തിന്റെ ശക്തി ഓടുകയാ. Let there be light, let there be light, let there be light. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. ഉറക്കെ ആരാധന വെളിപ്പെടട്ടെ. ആരാധന വെളിപ്പെടട്ടെ. ശക്തി തകരുക, സാത്താന്റെ ശക്തി തകരുക,
മന്ത്രവാദ ശക്തിയെ തകരുക, ശുദ്രശക്തിയെ തകരുക, മന്ത്രവാദിയെ പരാജയപ്പെടുക. മന്ത്രവാദ ശക്തി തകരുക. ഇവിടെ തന്ത്രങ്ങൾ അടിക്കുക, കെട്ടുകൾ അടിക്കുക. നിന്നെ മുന്നോട്ട് വിടുവാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തി ഇതാ തകരുക യേശുവിന്റെ നാമത്തില്. യെസ് യെസ്, സന്തോഷമുള്ളവരെ ഉറക്കാരാധിച്ചാട്ടെ. കാര്യം ഇന്ന് നിന്റെ വിടുതല, ഇന്നിന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് സൗഖ്യത്തിന്റെ ദിവസം, ഇന്ന് വിടുതലിന്റെ ദിവസം, കുടുംബ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ദിവസം, തലമുറയിൽ വിടുതലിന്റെ ദിവസം. ഓ യെസ് യെസ്, യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്, യേശുവിന്റെ രക്തത്തിൽ വിടുതലുണ്ട്. ആരാധന വിടുതൽ, ആരാധന സൗഖ്യം. അവൻ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമത്രേ എന്റെ യേശു. ഓ യേശുവിന്റെ ജനമേ, വീണ്ടെടുക്കപ്പെട്ട ജനമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശാക്തീകരിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. എന്ന നീതിയുള്ള ബലം കൈകൊണ്ട് ഞാൻ നിന്റെ താങ്ങ. ഇസ്രായേലേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ പേർ തന്നെ വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ. ഇസ്രായേലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുക. ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക. നീ എനിക്കുള്ളവൻ. യെസ്, നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നദികൾ നിന്റെ മീത കവികയില്ല. നീ തീയിൽ കൂടി നടക്കുമ്പോൾ അത് നീ ബന്ധുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. ഇസ്രായേലേ, ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പെട്ടകം കടന്നു വരെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. പണ്ടുള്ള കഥകളെ ഉയർത്തിരട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. യെസ് യെസ്, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. In the name of Jesus. യെശയ്യാവ് 41:10 ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. എന്റെ ശക്തിയുള്ള, എന്റെ നീതിയുള്ള വലക്കലുണ്ട്. നിന്നെ താങ്ങും, നിന്നെ താങ്ങും, നിന്നെ താങ്ങും. ഇസ്രായേലിന്റെ പരിപാലകൻ. യെസ് യെസ്, നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക. ഇസ്രായേലേ, do not be afraid. Do not be afraid. നീ ഭയപ്പെടരുത്. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇസ്രായേലേ, ഞാൻ നിന്റെ വീണ്ടെടുത്തിരിക്കുന്നു. നീ എനിക്കുള്ളവൻ. ഞാൻ നിന്റെ പേർ ചൊല്ലി, പേർ ചൊല്ലി, പേർ ചൊല്ലി, ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്റെ പേർ ചൊല്ലി. യെസ് യെസ്, അഭിഷേകം, പുതിയ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം. നീ ആള് മാറിയവനായിട്ട്, നീ ആള് മാറിയവനായിട്ട്, ആള് മാറിയവനായിട്ട്. യെസ്, നിന്നെ കാണുമ്പോൾ ശത്രു ഓടുന്നു. അന്താണ്ടേക്ക് ഓടി ഒളിച്ച്, അയ്യോ അവന്റെ ജീവിതത്തിൽ പെട്ടകമുണ്ട്. യേശുവിന്റെ രക്തമുണ്ട്. യേശുണ്ട്, 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 യേശു, യേശു, യേശു. ജീസസ്. ഈ ദേശത്തിലെ വിടുതൽ, ഈ ദേശത്തിലെ ദാവീദിന്റെ സാക്ഷി വീഴുകയാ. The blood of Jesus. Let there be light. ഈ ദേശത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ. ഈ ദേശം വെടിയിക്കപ്പെടട്ടെ. ബ്ലഡ്, ബ്ലഡ്, അഭിഷേകം, പുതിയ കൃപ, പുതിയ കൃപ, ചില വെളിപ്പാടുകൾ, ദർശനങ്ങൾ. പ്രവചിക്കുക, പ്രവചിക്കുക.
യെസ് യെസ് പ്രവചിക്കുക. യെസ് പുതിയ കൃപ, പുതിയ ശക്തി. യെസ് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. ഒരു ഗജനെ പോലെ, ഒരു ശിംശോനെ പോലെ. യെസ് ഉറക്കെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക. വാതിലുകളെ വെളിപ്പെടുക, വെളിപ്പെടുക. ദൈവം വെളിപ്പെടുക. യെസ് ദൈവം വെളിപ്പെടുക, ദൈവം വെളിപ്പെടുക. യെസ് യെസ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക. ശലോമോന്റെ ദേവാലയത്തിൽ നിറഞ്ഞ ദൈവത്തിന്റെ ഗ്ലോറി, ആ മഹത്വം വെളിപ്പെടുകയാ. ആർക്ക് നിൽക്കുവാൻ കഴിയാതെ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ശത്രു വാദിച്ചുവോ നിന്റെ കുടുംബത്തിനെതിരായിട്ട്, ശുശ്രൂഷക്കെതിരായിട്ട്, നിന്റെ ആരോഗ്യത്തിനെതിരായിട്ട്, തൊഴിലിനെതിരായിട്ട് ശത്രു വാദിച്ചുവോ? ഓ പ്രൈസ് ലോർഡ്. വാദികളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക. അവൻ ബലവാനും വീരനുമായ ദൈവം, അവൻ യുദ്ധവീരനായ യഹോവ. യഹോവ യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹൃദയത്തിന്റെ വാതിൽ ഉയർത്തിയാണ്, ഹൃദയത്തിന്റെ വാതിലുകൾ. ഓപ്പൺ ദി ഡോർസ്, ഓപ്പൺ ദി ഡോർസ്. ആത്മാവിന്റെ ഫയർ, 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 blazing fire, receive fire. തീ ഏറ്റെടുത്താട്ടെ, തീ ഏറ്റെടുത്താട്ടെ. ഫയർ. ആത്മാവിന്റെ തീ. receive fire brother, brother. ആ തീ ഏറ്റെടുത്താട്ടെ, ആ തീ ഏറ്റെടുത്താട്ടെ. നിനക്കുള്ള തീയ, നിനക്കുള്ളതാ. യെസ് ഏറ്റെടുത്താട്ടെ. ഇത് നിനക്കുള്ള അഭിഷേകമാണ്, ഇത് നിനക്ക് മാത്രമുള്ള അഭിഷേകം. ഏറ്റെടുക്ക, നിനക്ക് മാത്രമുള്ള കൂടെ. യെസ് യെസ് നന്ദിയപ്പാ. ഞങ്ങൾ പുകഴുവാനൊന്നുമില്ല, ഞങ്ങൾ പ്രശംസിപ്പാനൊന്നുമില്ല, ഞങ്ങൾ വെറും കളിമണ്ണാകുന്നു. കർത്താവേ നീ മഹാശക്തിയായ ദൈവം, ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ പണിയണമേ. ഞങ്ങൾ ഒന്നുമല്ല, ഞങ്ങൾ വെറും വട്ടപൂജ്യങ്ങളാണ്. യേശുവേ സകല മഹത്വത്തിന്, സകല പുകഴ്ചയ്ക്ക്, സകല ബഹുമാനത്തിന്, സകല സ്വാതന്ത്ര്യത്തിന് മതിയായ ദൈവമേ, ഈ സകലത്തിന് യോഗ്യ, ഈ സകലത്തിന് യോഗ്യ. എല്ലാ നാമത്തും മേലായി വസിക്കുന്ന ദൈവം, നീ രാജാതിരാജൻ. ഓ യെസ് അത് മുമ്പോളമല്ല, അത് അടയാളമല്ല, അത്
with all our heart, because you are worthy. You are worthy of our name. You are Lord of Lords, the King of Kings, Alpha and Omega. You are wonderful counselor, mighty God, everlasting Father, Prince of Peace. Lord, we praise you. We praise you. മേഖലയിൽ ഗദ്യം എന്ത് ചെയ്തു? തന്റെ വഴിപാട് എവിടെ കൊണ്ടുവച്ചു? പാറമേലല്ലേ? ഗദ്യം കൊണ്ടുവച്ചത് പാറമേല്. തന്റെ വഴിപാട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി പാറമേല് വഴിപാട് കൊണ്ടുവച്ചു. ദൂതനിങ്ങനെ നോക്കി അധികാരത്തിന്റെ വടിയെടുത്തു. ദൂതൻ ആ പാറമേൽ വെച്ച വഴിപാടിന്മേല് ഒന്ന് തൊട്ടു. അവിടെ തീ പുറപ്പെട്ടെന്ന് ദൈവവചനം പറയുന്നു. നിന്റെ ഹൃദയം പാറയാകുന്ന എന്റെ യേശുവിൽ പൂർണ്ണമായി നീ സമർപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയത്വമാകുന്ന യാഗപീഠത്തിൽ എന്റെ യേശുവാകുന്ന പാറയിൽ നിന്നും തീ അങ്ങോട്ട് നിറയും. എന്റെ കുഞ്ഞിൽക്ക് കൂടി ദൈവാത്മാവ് സംസാരിച്ചതുപോലെ ആ തീയുമായിട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരിടത്ത് നീ ഇരിക്കല്ലേ, അത് കെട്ടുപോകും. ആ തീയുമായിട്ട് ഇത് റൺ വിത്ത് ഫയർ, റൺ വിത്ത് ഫയർ. തീയുമായിട്ട് നീ ഓടുമ്പോൾ ശക്തമായ കാറ്റിൽ കൂടി ആ തീ അങ്ങ് ആളിക്കത്തു നീ പോകുന്നിടത്തക്ക ആത്മാവിന്റെ ശക്തി. വണ്ടർഫുൾ മെസ്സേജ്. ഗോഡ് ബ്ലെസ് യു മോനെ, ഗോഡ് ബ്ലെസ് യു. അതേ പ്രേക്ഷകരോട് എന്ന് മിസ്രൈമിന്റെ നിന്ന അങ്ങ് ഉരുട്ടി മാറ്റിയിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ ഈ ദേശത്തിൽ നമുക്കുണ്ടായിരുന്ന നിന്ന, നിന്റെ കുടുംബജീവിതം നിനക്കുണ്ടായിരുന്ന നിന്ന, നിന്റെ തലമുറയിലുണ്ടായിരുന്ന നിന്ന, നിന്റെ ശുശ്രൂഷയിലുണ്ടായിരുന്ന നിന്ന, നിന്റെ തൊഴിലുണ്ടായിരുന്ന നിന്ന, എൻ്റെ രോഗത്തിലുണ്ടായിരുന്ന നിന്ന എൻ്റെ യേശു മാറ്റിയെന്ന് വിശ്വസിക്കുന്നവർ കരുത്തിൽ വിശ്വസിച്ചാട്ടെ. സമയം ഒരുപാടായി പ്രാർത്ഥന ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാലോ, അതിന് മുമ്പായിട്ട് സ്തോത്രം. 4-ാം തീയതി 5-ാം തീയതി 4-ാം തീയതി കൺവെൻഷന് ദൈവമക്കളെ നിങ്ങൾ ഇതുവരെ കണ്ട അത്ഭുതമല്ല. എൻ്റെ യേശു പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നത് ഞാൻ സ്തോത്രം അന്ന് പറയും. 4-ാം തീയതി വൈകുന്നേരം രോഗികൾക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഞാനത് പറയും നിങ്ങളോട്. എൻ്റെ മോള് 7 വയസ്സായ എൻ്റെ സ്റ്റെഫിനി മോള് സാക്ഷിയാണ്. ഞാൻ പറയുന്നത് എൻ്റെ തൊട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നൊരു സംഭവമാണ്, അല്ല വർഷത്തിന് മുമ്പ് നടന്ന സംഭവമല്ല. ദൈവം വലിയ വെച്ച് എത്ര രോഗികളുണ്ടെങ്കിലും എന്ത് രോഗമുണ്ടെങ്കിലും കർത്താവ് പറയുന്നു ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന്. എൻ്റെ യേശു പറഞ്ഞാൽ മാറുതല്ല. കൊണ്ടുവരാം, നിങ്ങളെ കൂട്ടുകാരെ ബന്ധുക്കളെ എല്ലാവരെയും കൊണ്ടുപോവാ. നമ്മൾ ആരും സ്വത്രം മറ്റൊരു നിർബന്ധിക്കണം. അവർക്ക് സൗഖ്യം ലഭിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. പ്രേക്ഷകരോട് സകല പേരും ദൈവമായി എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സകല പേരും കടന്നു പറയണമേ 4-5 ദിവസങ്ങളിൽ. പ്രേക്ഷകരോട് നിങ്ങൾ വരുമ്പോൾ ഓരോ കുടുംബത്തെ കൊണ്ടുവരണേ. ദൈവം നിങ്ങൾക്ക് അതിന് പ്രത്യേക റിവാർഡ്, പ്രത്യേക പ്രതിഫലം തരും. പ്രേക്ഷകരോട് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ശ്രദ്ധിതാവാൻ ദൈവമേ കർത്താവേ, അപ്പോൾ നല്ല സമയത്തിനായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ആയിരിക്കുന്ന ജനത്തെ കർത്താവെ നീ എപ്പോഴും ശുശ്രൂഷ കഴിയുമ്പോൾ നീ അപ്പവും മീനും കൊടുത്ത് തൻ്റെ മക്കളെ സന്തോഷമായി വിടുവിക്കുന്ന ദൈവമേ, ഇന്ന് ഈ പകൽക്കാലം എന്നാൽ ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് സകല പേർക്കും നിന്റെ വചനം വന്ന അപ്പം നീ ഞങ്ങൾക്ക് തന്നിരിക്കുക. അത് ജീവിപ്പിക്കുന്ന അപ്പമാണല്ലോ, ജീവനുള്ള അപ്പമാണല്ലോ കർത്താവേ. നീ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞങ്ങളെ പിതാക്കന്മാരും മന്ന കഴിച്ച് മരിച്ചയിടത്ത് നീ ജീവനുള്ള അപ്പമായി ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് തന്നതോത്ത് സ്തുതിക്കുന്നപ്പാ കർത്താവേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരായിരുന്ന സകല വിഷയത്തിൽ മേലും കർത്താവേ നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ. ഇവരുടെ തലമുറയെ അനുഗ്രഹിക്കണമേ. ഇവർ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ. ഇവരുടെ കടബാധ്യതയിൽ നിന്ന് വിടുവിക്കണമേ. ഇവർക്ക് രോഗത്തിന് സൗഖ്യം കൊടുക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാരെ ശക്തമായിട്ട് ഈ വരും ദിവസങ്ങളിൽ തിരുനാമ മഹത്വത്തിനായി നീ എടുത്ത് ഉപയോഗിക്കണമേ. ഈ സഭമേലെ കർത്താവ് നീ തന്ന ദാനമാണ് ഈ 3 സഭ. ഇതുമേലെ പുതിയ ആടുകളെ നീ അയക്കണമേ കർത്താവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേ നീ അടിൽ തന്നിരിക്കുന്നതായ അധികാരത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ നാമത്തിൽ ഞാൻ മുദ്രയിട്ട് അവരെ അയക്കുകയാണ്.
അവിടുന്ന് പ്രാർത്ഥന കേട്ട് മനസ്സ് അലിഞ്ഞിരിക്കാൻ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോട് ഇരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയോർത്ത് നമ്മളെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വേഗം വരുന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് യേശുവേ വേഗം വരണമേ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ജായറോസിൻ കുഞ്ഞിനായി നവ്യജീവൻ തന്നവൻ. ആത്മജീവനിലാഴമായി ദിവ്യശാന്തി പകർന്നവൻ. കൈപിടിച്ചു കുഞ്ഞിനോടായി യേശുവരുളി സ്നേഹമാ ബാലികേ നീയുണരൂ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവിൻ പ്രിയ സ്നേഹിതൻ ലാസറെന്നൊരു സോദരൻ അഴുകി 4 ദിനങ്ങളായി ഹൃദയണഞ്ഞു കഴിഞ്ഞവൻ. ആ കുടീരം കണ്ടു നാഥൻ സ്നേഹമോടെ ചൊല്ലിയേവം ലാസറേ പുറത്തു വരൂ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ.
രാജരാജനായി. കുടുംബജീവിതത്തെ ആത്മീയ ജീവിതത്തെ നീ അറിയുന്ന സകല വിഷയത്തിന്മേലും വിടുതലും സൗഖ്യവും അനുഗ്രഹം പൂർണ്ണമായ സകലതും പൂർണ്ണത തന്നതുകൊണ്ട് പൂർണ്ണമായ സമാധാനം സന്തോഷം ജീവിതം തന്നുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പിന്നെയും എൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിന് സകല ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ receive power in the name of Jesus. Hallelujah. Praise the Lord. തലമുറയായിട്ട് തലമുറകളെ തകർത്തുകൊണ്ട് തലമുറകളെ ഉദരത്തിൽ വെച്ച് തന്നെ തലമുറകളെ തകർക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് തലമുറക്കെതിരെ ശത്രു വാദിക്കുന്ന അവസ്ഥ എൻ്റെ ആത്മാവ് കാണുന്നു. എന്നാൽ അത് പ്രിയത്തിന് എൻ്റെ രക്തത്താൽ നീ വീണ്ടെടുക്കണം. ഒരു വൈദ്യനും നൽകാതെ ഒരു വൈദ്യനും കൊടുക്കാൻ കഴിയാതെ ഒന്നുമല്ല സൗഖ്യവും വിടുതലും തെരഞ്ഞെടുക്കുകയാണ്. എന്നാൽ കാലങ്ങളിൽ എൻ്റെ പദ്ധതിക്ക് വേണ്ടി നീ പൂർണ്ണമായി എൻ്റെ സ്വന്തം ഒരു സ്വയമുകൾ ബാലം നിന്നതുപോലെ നിൽക്കുകയാണ്. അനേകം പേർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തതായ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുന്നു. അനേകം പേർ കുടുംബത്തിനകത്തും ചാർച്ചക്കാരും എന്നെയുള്ള പട്ടണത്തിലും മാനത്തക്ക രീതിയിൽ നിന്റെ സാക്ഷ്യത്തിൽ കൂടി അനേകം പേർക്ക് ഞാൻ വിടുതലും സൗഖ്യം കൊടുക്കുന്ന ദൈവമാണെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് പലവർക്കും ഇല്ലാത്തതായ പരിജ്ഞാനവും ബുദ്ധി ഞാൻ നിന്നെ നിറച്ചുകൊണ്ട് നിന്റെ ബുദ്ധിമതി പ്രകാശിച്ചുകൊണ്ട് നിന്റെ വായിലെ ലാവണ്യ വാക്കുകൾ കേട്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ടു പോകത്തക്ക രീതിയിൽ ഞാൻ എൻ്റെ വചനത്തിൻ്റെ നാവിൽ നിറയ്ക്കണം. എൻ്റെ ആത്മാവിന് പകരമെന്നും എൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശത്രുവിൻ്റെ സകലവിധ ഭീഷണികളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുകയാണ്. ഹല്ലേലൂയ. പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ വിടുതലോടുകൂടി പൂർണ്ണ ആത്മാവ് നിറഞ്ഞവനായി ഒരു പുത്തൻ ശക്തിയായിട്ട് കടന്നു പോവുക യേശുവിൻ്റെ നാമത്തിൽ. ഓ പ്രൈസ് ദി ലോർഡ്. Hallelujah. In the name of Jesus. Blood of Jesus. Hallelujah. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. ഓ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. ഒരു കുരുകിലിനെ പോലെ നീ എൻ്റെ ആലയത്തിലായിരിക്കുന്നു. ഒരു കുരുകിലിനെ പോലെ എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ ചെയ്തത് മാത്രം നീ ഓർത്തുകൊണ്ട് ഈ ദിവസങ്ങൾ എൻ്റെ സന്നിധിയിലാണ് പൂർണ്ണ സന്തോഷമുള്ളവളായിരിക്കുക. എൻ്റെ കൃപ നിനക്ക് മതി. ഹൃദയങ്ങളെ കാണുന്ന കർത്താവ് ജീവിതത്തിൽ പലപ്പോഴും അഭിനയിച്ച് തളർന്നുപോയി എന്ന് ചിന്തിക്കുന്ന വിഷയം പലപ്പോഴും മറ്റുള്ള മുന്നിൽ ഞാൻ അഭിനയിച്ചു.
ഞാൻ തളർന്നു, എനിക്ക് വയ്യ അവനെ എന്നുള്ള പലപ്പോഴും ശത്രുവിനെ ചെന്ന് അല്ലെങ്കിൽ നിരാശരാക്കുന്ന ചെന്ന് ഞാൻ ഇത്രയും നാൾ അഭിനയിച്ച പല വിഷയത്തിൽ ഇന്നെനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തനിച്ച് എന്നോട് സംസാരിക്കുന്നതായ അവസ്ഥകൾ ഞാൻ ചെവിച്ചാച്ചത് കേൾക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആര് കേട്ടില്ല, ആര് കണ്ടില്ല, നീ എന്നോട് സംസാരിക്കുന്നു. നീ ആ രീതിയിൽ അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നതായ ശത്രുവിൻ്റെ പദ്ധതി നിങ്ങൾ എന്നെ സന്നിധി എനിക്ക് വളരെ കേട്ടതോടെ അപേക്ഷിക്കാൻ പൂർണ്ണമായി ഉപേക്ഷിച്ചു. അവസ്ഥയെ എൻ്റെ മതത്തിന് കാണാൻ യേശുവിൻ്റെ നാമത്തിൽ in the name of Jesus. Oh, hallelujah. നിങ്ങളെ വർഷങ്ങളായിട്ട് ഭൂമിയായും ചകടമായി കേട്ട് പല വിഷയത്തിൽ നിന്ന് തള്ളിയിടുന്ന ഓണത്തിൻ്റെതായ പന്നപ്പിശാചേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഇവളെ വിട്ട് ഇന്ന് പോക. in the name of Jesus. The blood of Jesus. ഈ ദിവസം ഞാൻ ശാസിച്ച് മാറ്റുക. പലപ്പോഴും അവിടെ തള്ളിയിടുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തിയെ, ആരോഗ്യത്തിന്റെ ആത്മാവെ, യേശുവിന്റെ നാമത്തിൽ നിന്നെ ശാസിച്ച് മാറ്റുകയാണ്. I rebuke in the blood of Jesus. ബാധ ഒഴിഞ്ഞവളായി ശുദ്ധമുള്ളവളായി മടങ്ങിപ്പോകും. യേശുവിന്റെ നാമം. കർത്താവിന് സൗഖ്യം കൊടുത്തത് അപ്പം അവൻ കർത്താവിനുള്ളതാണ് അല്ലേ? കർത്താവിനുള്ളതാണ് അവൻ. കർത്താവേ, നിന്റെ കൈ കൊണ്ടായി അവനെ മെനഞ്ഞത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ ജനിക്കുന്നതിന് മുമ്പേ ഇവൻ്റെ പേർ ചൊല്ലി വിളിച്ചതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. നേട്ടിയ വചനത്തിൽ കേട്ടതുപോലെ നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള ബലം കൈകൊണ്ട, നീതിയുള്ള ബലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെസ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ട്. നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ കവിയത്തില്ല. അഗ്നിജ്വാല നിന്നെ, ഹല്ലേലൂയ, അഗ്നി നടക്കും, നീ വെന്ത് പോകത്തില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അസൗഖ്യത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി യായിറസിൻ്റെ പള്ളി പ്രമാണിയായ യായിറസിൻ്റെ മകളെ ഉയർപ്പിച്ച ദൈവമേ, വിധവയായ സ്ത്രീയുടെ മകനെ മഞ്ചത്തിൽ തോട്ട ഉയർപ്പിച്ച കർത്താവേ, ആ കരം ഈ കുഞ്ഞിന്മേലും തൊടണമേ. ഇവൻ്റെ സകല ഓർഗൻസും, ഇവൻ്റെ സകല ആന്തരിക അവയവങ്ങളുമേലും ആ ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ ശക്തി ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഡോക്ടർമാർ അത്ഭുതപ്പെടുത്തക്ക രീതിയിൽ അവന് പുതിയ കിഡ്നി കൊടുത്തിരിക്കുകയാൽ, പുതിയ യൂറിനറി ട്യൂബ് കൊടുത്തിരിക്കുകയാൽ, സകല ആന്തരിക അവയവങ്ങളും പുതിയതാക്കി കുഞ്ഞിന്മേൽ നീ നൽകിയിരിക്കുകയാൽ, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നു. ഇവൻ്റെ അത്ഭുതം, ഇവൻ്റെ അതിശയമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ഈ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ. മാതാപിതാക്കളുടെ ഉൾക്കണ്ണുകളെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ പദ്ധതി ഒന്ന് കാണുവാൻ, മനസ്സിലാക്കുവാൻ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നുകൊണ്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യാമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ശത്രു തന്നെ വില വേശിയെടുത്ത്, ശത്രു തന്നെ
ഓ മരണപ്പെട്ടിക്കകത്താക്കുമെന്ന് നിന്നോട് വാദിച്ചെടുത്ത് എൻ്റെ ബലമുള്ള കരങ്ങളാണ് നിന്നെ വിടുവിച്ചതെന്ന്. ആ പെട്ടിയിൽ നിന്ന് ഞാനാണ് നിന്നെ എടുത്ത് മാറ്റിയത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നുള്ള വിശ്വസ്തയോടുകൂടി ഒരു ശമരിയാക്കാരി സ്ത്രീ അവൾക്ക് ലഭിച്ച പുതിയ ഹൃദയവുമായിട്ട് ആ പഴയ കുടത്തെ അവൾ കളഞ്ഞു. ആ പഴയ കുടത്തെ അവൾ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ കുടവുമായി അവൾ ഓടി. കാര്യം പഴയ കുടത്തിൽ മലിനമാണ് നിറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അവൾ വിശ്വസിച്ചപ്പോൾ, അവൾ അത്ഭുതം കണ്ടപ്പോൾ അവൾ പുതിയൊരു ഹൃദയവുമായി പട്ടണത്തിൽ പോയി ജനത്തെ ഇളക്കിയതുപോലെ എൻ്റെ നാമത്തിൽ ഞാൻ നിനക്ക് ചെയ്ത നന്മകൾ, ഞാൻ നിനക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മറ്റുള്ള പറയുവാൻ നീ ആയിരിക്കുന്ന പട്ടണത്തിൽ എൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ power in the name of Jesus. നിന്റെ രണ്ട് ചിറകും പിടിക്കുവാൻ നിന്റെ രണ്ട് ചിറകിനെ ഒട്ടിച്ച് മടക്കി കിടക്കയിലാക്കുക. ഒരിക്കലും ആരാധിക്കാൻ കഴിയാതെ നിന്നെ കൊണ്ട് ആരാധിപ്പിക്കത്തില്ല ഞാൻ സഭയുടെ മധ്യത്തിൽ എന്ന് നിന്റെ പാരമ്പര്യ സാക്ഷി വാദിച്ച കിടക്കാം. ഞാൻ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നീ എന്നോട് നിലവിളിച്ച് ചോദിച്ച കിടക്കാം. നിന്റെ ബലമുള്ള കരമാണ് ഇറങ്ങി വന്ന ശത്രുഹാൽ ഓടിക്കാൻ ശ്രമിച്ച നിന്റെ ചിറകുകളെ ഇനിയും ഓർമ്മിച്ചതാകും. എന്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി. എന്നാൽ പരിജ്ഞാനമുള്ളവളായിട്ട് എന്റെ സന്നിധിയിൽ ഞാൻ നിനക്ക് തന്ന പരിജ്ഞാനത്തിൽ പൂർണ്ണതയോട് നീ പറ്റിച്ചേർന്നിരുന്നാൽ, എന്നോട് പറ്റിച്ചേർന്നിരുന്നാൽ ഞാൻ വിടുവിക്കുന്ന ദൈവം. എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നവർ എന്താ മഹത്വം കാണുന്നത്? നീ കണ്ട മഹത്വമല്ല, വിനയും ശത്രു പിന്നെയും നിന്റെ ജീവിതത്തിന് തകർക്കുവാൻ പദ്ധതിയിട്ട് വാദിക്കുന്ന അവസ്ഥ ഉണ്ടാകുമാറുണ്ടാകുന്നു. എന്നാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വാസം. ഈ ദിവസം മകളെ ഞാൻ തന്നിരിക്കുന്ന പരിജ്ഞാനത്തോട് പാടുകൊണ്ട് പറ്റിയിരിക്കുകയാണെങ്കിൽ എന്റെ മകത്ത് നീ കാണുമെന്ന് നിനക്കെതിരായിരിക്കുന്ന ശത്രു ലജ്ജിച്ചു പോകുന്നത് എന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഒരു പുതിയ ശക്തിയുടെ പുതിയ പുറത്തുണ്ട് ഈ പകർക്കളപ്പോൾ യേശുവിന്റെ നാമം. തലമുറ അനുഗ്രഹിക്കണമേ. തലമുറയെക്കുറിച്ചുള്ള അവിടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നീ അറിയുന്നു. ഇവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. തിരുനാമത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ്. തിരുനാമത്തിൽ അനേകം പാട്ടുകൾ പാടുവാൻ, എൻ്റെ നാമത്തിൽ അനേകം വരെ പാടി, എൻ്റെ നാമങ്ങൾ പാടി അനേകം വരെ ആശ്വസിപ്പിക്കുന്നൊരു മകളായിട്ട്, അപ്രകാരം ഒരു ശുശ്രൂഷ അവളെ മേലെനിക്കുള്ളതായിട്ട്, എൻ്റെ നാമം ചൊല്ലി എൻ്റെ നാമം പാടിയും അനേകം പേർക്ക് ആശ്വസിപ്പിക്കുന്നവൾ, അടുത്ത തലമുറയെ ആശ്വസിപ്പിക്കുന്ന ഒരു പൈതലായി ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ കയ്യിൽ സൂക്ഷിക്കുവാൻ മാത്രമാണ് തന്നിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇതിൻ്റെ മുദ്ര, നിന്റെ രക്തത്താൽ ഞാൻ മുദ്രയിടുകയാണ്. ഇതിൻ്റെ ബാലാക്ഷരങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച ദൈവിക പരിജ്ഞാനം, ദൈവഭയത്തിൽ വളർന്നു വരുവാൻ കുഞ്ഞിന് വേണ്ട പരിജ്ഞാനം നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. നിന്റെ വെളിച്ചം നിറയ്ക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഈ കുഞ്ഞിൻ്റെ എക്സാമിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബുദ്ധിമുട്ട് പ്രകാശിപ്പിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളെ തലയുയർത്ത ദൈവമാണ്. നീ നിന്റെ മക്കളെ മറ്റുള്ള മുന്നിൽ തലയുയർന്ന കർത്താവാണ്. കർത്താവെ, കുഞ്ഞിൻ്റെ പരീക്ഷയില്ല വിഷയത്തിന് കൂടെ ഇരുന്ന പരിശുദ്ധാത്മാവെ അവളെ ഓർമ്മശക്തി നിറച്ച് അവൾ പഠിക്കുന്നതെല്ലാം മനസ്സിലാക്കി വയ്ക്കുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ആ പരീക്ഷാ സമയത്ത് പരിശുദ്ധാത്മാവെ നിൻ്റെ ആത്മാവിൻ്റെ ശക്തി സകലതും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണേ, ഓർമ്മശക്തി കൊടുക്കണമേ. അത് പൂർണ്ണയോടെ എഴുതി കാലിൽ ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുവാണ് പറഞ്ഞതുപോലെ വിജയത്തോടെ കടന്നു വരുവാന് നിൻ്റെ വിജയത്തിൻ്റെ ആത്മാവിന് ഈ കുഞ്ഞിനെ പറഞ്ഞിരിക്കണം. യേശുവിൻ നാമത്തിൽ ഇവിടെ അനുഗ്രഹിച്ച് പ്രാപിക്കുമ്പോൾ നിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇവിടെ നിറച്ച് പകൽക്കാലം നെയ്മ് ഓഫ് ജീസസ്. അനുഗ്രഹിക്കണം കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചിട്ട് സകലവിധ അല്ല പോരാട്ടം യേശുവിൻ്റെ നാമത്തിൽ ശാസ്ത്രം മാറ്റുക.
സകല വിഷയത്തിന്മേൽ സ്വസ്ഥതയുള്ളവളായിട്ട് കർത്താവെ ഈ പകൽക്കാലം അയക്കണമേ കർത്താവേ. തലമുറയിൽ നിന്നും നന്മകൾ അനുഭവിപ്പാൻ വഴികൾ തുറന്നു കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ഈ തലമുറയെ ഒട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ചില നാഗത്തിൻ്റെ അവസ്ഥകൾ, ചില നാഗപ്രാന്തികൾ, ഭയത്തവൻ ഞെട്ടിപ്പിക്കുന്നു, ഉറക്കത്തെ ഞെട്ടിപ്പിക്കുന്നു, ദുർസ്വപ്നങ്ങൾ കൊണ്ടിട്ട് ഞെട്ടിപ്പിക്കുന്നു, പലപ്പോഴും പരസ്പര ബന്ധമില്ലാതെ സംസാരിപ്പിക്കുന്നു. ഓ ഭാഗ്യന്റെ നാഗശക്തികളെ പാമ്പിന്റെ തലയെ തകർത്തവനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഞാൻ ശാസിച്ച് മാറ്റിയതിനെ പൂർണ്ണമായി ദുർസ്വപ്നങ്ങൾ നീങ്ങിപ്പോകുവാൻ യേശുവിന്റെ നാമം ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ഞാൻ മുദ്രയിടുകയാണ്. കർത്താവേ, നിന്റെ കുഞ്ഞ് അവളെ ഹൃദയത്തെ പൂർണ്ണമായി നിന്റെ കരുത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തിരുവചനത്തിൽ നീ അനുഗ്രഹിച്ച വനിതകളെ പോലെ, ഒരു ദബോറയെ പോലെ, ഒരു റൂത്തിനെ പോലെ, ഒരു എസ്തേറിനെ പോലെ, ഒരു റുബ്യാക്കയെ പോലെ ഇവിടെ കുടുംബത്തിനകത്തും ദേശത്തിനകത്തും സഭയ്ക്കകത്തും ഉള്ള അനുഗ്രഹമായി തീരുവാൻ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം കുഞ്ഞിനെ മാനിക്കണമേ, അവളെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ, തലമുറകളുടെ നന്മ കാണുവാൻ കർത്താവേ ഹല്ലേലൂയ. ആ ഹല്ലേലൂയ രക്ഷാകർത്താക്കൾക്കും അതിൻ്റെതായ ഭാഗ്യം നീ കൊടുക്കണമേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മകൾ പരീക്ഷയിൽ കടന്നു പോകുന്ന അവൾ തനിച്ചല്ല, നീ കൂടെ കടന്നു പോകും. തള്ളിയിടുന്നു ശക്തിയെ ഈ ഭൂവിൽ സ്നേഹിപ്പാൻ എനിക്കില്ല